രാജീവ് സമാധാനമായിരിക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. അല്ലേ വെറുതെ ഭയപ്പെടുന്നത് എന്തിനാ? ഇപ്പൊ തന്നെ ഞാൻ പുഷ്പം പോലെ ജാമ്യത്തിലൊക്കെ കൊണ്ടുവന്നില്ലേ? അതും എന്തെല്ലാം കാര്യങ്ങൾക്കാ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്? ഭീഷണിപ്പെടുത്തൽ, വധോദ്യമം. വേറൊരു വക്കീലായിരുന്നെങ്കിൽ റിമാൻഡിൽ വെക്കാൻ ഉത്തരവുണ്ടായേനെ. അതായിരുന്നു നല്ലത്. ഒരിക്കലും പുറത്തു വരാത്ത ജീവപര്യന്ത തടവ്. അങ്ങനെ വസ്തുനിഷ്ഠവും സത്യസന്ധവുമായി ഉഭയകക്ഷി സമ്മതപ്രകാരം എഴുതി ഉണ്ടാക്കിയ ഈ കരാർ ലംഘിച്ചുകൊണ്ടാണ് രണ്ടാം കക്ഷി ഇപ്പോൾ കുഞ്ഞിനെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അണ്ടർ സെക്ഷൻ 406 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. 2 ലക്ഷം രൂപ റൊക്കമായി കൈപ്പറ്റുകയും വാക്കാലും രേഖയാലും രണ്ടാം കക്ഷി സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും നിഷേധിക്കുകയും ചെയ്യുന്നത് വിശ്വാസവഞ്ചനയാണ്, ചീറ്റിംഗ്. സെക്ഷൻ 420 ഓഫ് ദി IPC. സാധുവും സത്യസന്ധനുമായ എന്റെ കക്ഷിക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ട മേൽ നടപടികൾ കൈക്കൊള്ളാൻ ബഹുമാനപ്പെട്ട കോടതിയോട് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. യുവർ ഓണർ, മേൽപ്പറഞ്ഞ കരാറുകളൊന്നും എന്റെ കക്ഷി നിഷേധിക്കുന്നില്ല. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന വൈദ്യശാസ്ത്ര രീതിക്കും അതിനുവേണ്ടി ഒന്നാം കക്ഷി ചെയ്തതുപോലുള്ള നടപടികൾക്കും ഇന്ത്യയിൽ നിയമസാധുതയില്ല. അതുകൊണ്ട് തന്നെ നിയമങ്ങൾക്കതീതമായ ഈ കോൺട്രാക്ട് നിലനിൽക്കത്തക്കതല്ല. ഇറ്റ് ഈസ് എൻ ഇല്ലീഗൽ കോൺട്രാക്ട്. എന്റെ കക്ഷി വിവാഹിതയാണ്, ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമപരമായി ഈ കുട്ടിയുടെ പിതൃത്വം എന്റെ കക്ഷിയുടെ ഭർത്താവിനാണ്. മാരേജ് സർട്ടിഫിക്കറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. സോ ഐ റിക്വസ്റ്റ് യുവർ ഓണർ ടു സെറ്റ് അസൈഡ് ദി കോൺട്രാക്ട്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. താങ്ക് യു. This agreement is against Indian Contract Act, so the petition is rejected. Your Honor, as a special case. സർ, ഹർജിയിൽ ബോധിപ്പിച്ചിട്ടുള്ളതെല്ലാം സത്യമാണ്. നിയമം എനിക്കറിയില്ല, പക്ഷെ അവൻ എന്റെ മകനാണ്. എനിക്ക് അവനെ വിട്ടുതരണം. നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കാം, പക്ഷേ നിയമപരമായി അതിന് സാധുതയില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്പീലിന് പോവാം, പക്ഷേ ഇന്ത്യയിൽ ഒരു കോടതിയിലും ഇത് പരിഗണിക്കപ്പെടുകയില്ല.